രാവിലെ എണീറ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇതൊന്ന് കണ്ടിരിക്കാൻ വേണ്ടി ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു കോളേജിൽ പോകണം. അതിന് ഞങ്ങൾ പ്രിൻസിപ്പൽ മാമിൻ്റെ ഒരു ലെക്ചർ അറ്റൻഡ് ചെയ്യാണ്ട്. ആൾ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അറ്റൻഡൻസ് നിർബന്ധമാണ്. അങ്ങനെ രാവിലെ എണീറ്റ് ഇങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇരുന്നപ്പോഴത്തേന് ലേറ്റായി. അങ്ങനെ വേഗം അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. വേഗം റെഡിയായി ബസ് പിടിക്കാൻ പോവാണ്. അപ്പോൾ ഈ നടന്നു പോകുമ്പോഴൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഏറ്റവും വലിയ പൊട്ടത്തരാണ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ലേറ്റഡാണ് ഞാൻ. എന്നിട്ട് ബസ് മാറി കയറിയ കഥയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് 2 ബസ് ഉണ്ട്. ഒന്ന് എൻ്റെ കോളേജിൻ്റെ അടുത്താണ്, ഒന്ന് കോളേജിൻ്റെ ദൂരെയാണ്. അങ്ങനെ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ബസ് വന്ന്, ഈ ബസ്സിലല്ലായിരുന്നു ശരിക്കും കയറേണ്ടിയിരുന്നത്, വേറെ ബസ്സിലായിരുന്നു. പക്ഷെ ഞാൻ ആ ഒരു ഇതിൽ ഞാനങ്ങ് വേഗം കയറി. അത്യാവശ്യം തിരക്കുണ്ടോ ചോദിച്ചാൽ അവിടെ നാട്ടിലത്തെ പോലത്തെ ബസ്സല്ല. അങ്ങനെ ഞാനിങ്ങനെ കഥയൊക്കെ കേട്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോവാണ്. അപ്പോഴെനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങിയതാണെങ്കിലും കുഴപ്പമില്ല. അവിടെ നിന്നൊരു 10 മിനിറ്റ്സ് വാക്കുള്ളൂ ബസ് സ്റ്റോപ്പിൽ നിന്ന് കോളേജിലോട്ട്. പക്ഷേ അതും ഞാൻ ചെയ്തില്ല ഗൈസ്. അതാണ് ഞാൻ ഇവിടെ ചെയ്ത തെറ്റ്. അങ്ങനെ ഇതിനൊക്കെ എനിക്ക് സമയമുണ്ട്. അങ്ങനെ ഇത് ചുമ്മാ ഞാൻ ഷൂട്ട് ചെയ്തത് കേട്ടോ. എന്തിനാണെന്ന് പോലും അറിയാതെ ഷൂട്ട് ചെയ്തൊരു സംഭവമാണ് ഇത്. ലോക്കൽ ട്രെയിനെ പിടിക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. പക്ഷേ മടി, നടന്നു പോകേണ്ട സ്റ്റേഷൻ വരെ എന്നുള്ള മടിക്ക് ഞാൻ അങ്ങനെ ഒഴിവാക്കാറില്ല. അങ്ങനെ ഇവിടെയാണ് ട്വിസ്റ്റ്. എൻ്റെ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങിയില്ല. എന്തോ വീഡിയോ എടുക്കുവാൻ എന്തോ ഒരു തിരക്കിൽ വിട്ട് ഞാൻ എവിടെയോ പോയി ഇറങ്ങി. അങ്ങനെ 10 മിനിറ്റ് നടക്കേണ്ടടുത്ത് ഞാൻ ഒരു മണിക്കൂർ ഞാൻ നടന്നിട്ടുണ്ടാവും ചിലപ്പോൾ. എനിക്കതാണ് തോന്നുന്നത്. കാരണം ആ ലെക്ചർ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ പോയത് എന്തായാലും നന്നായെന്ന് വിചാരിച്ചു. കാരണം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം, ഞാൻ അടിപൊളിയായിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി. ലേറ്റായില്ല, ഇറങ്ങാൻ വഴുകി പോയി കേട്ടോ. ഞാൻ ഇരട്ടിപ്പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി കുറേ പീപ്പിൾസ് കളിക്കണമൊക്കെ ഉണ്ട്. നല്ല സ്ഥലം എന്തായാലും നന്നായി. അങ്ങനെ ഇത് നല്ലൊരു സ്ഥലമാണ്. പിന്നെ ഈ റോഡൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് മുംബൈൻ്റെ ഒരു സൈഡാണ് കേട്ടോ. അതായത് എല്ലാ ഗവൺമെൻറ് ഓഫീസസും ഉള്ളത് ഇവിടെ. നമ്മളെ മുംബൈയിലെ ഹൈക്കോർട്ട്, അതുപോലെ BSc, ടൈംസ് ഓഫ് ഇന്ത്യ, അങ്ങനത്തെ കുറേ ഉള്ള ഫുൾ എന്താ പറയുക, കുറച്ച് രാവിലെ ഒരുപാട് റഷുള്ള ഒരു സ്ഥലമാണ് മുംബൈൻ്റേത്. ഓക്കെ, അങ്ങനെ അവളെ കണ്ടുകൊണ്ട് എനിക്ക് സന്തോഷമായി. കാരണം ഒരാളുണ്ടല്ലോ എന്നുള്ളത് സമാധാനമായി. അങ്ങനെ കോളേജ് എത്തി. കോളേജിൻ്റെ ഉള്ളിൽ അങ്ങനെ അലൗഡല്ല, എന്നാലും ഞാൻ അങ്ങ് എടുത്തു. അപ്പോൾ ഇവിടെ എന്തോ ഒരു യോഗ ക്ലാസ് എന്തോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ആ കാണുന്ന ആ ഹിജാബ് ടൂട്ടിൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഞാനും പ്രിയയും കൂടെ എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്തോളൂ, വിശക്കുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ എന്നാൽ വിചാരിച്ചു നടക്കാമെന്ന്. കോളേജിൽ പോയിട്ട് ഒന്നും ചെയ്തൊന്നുമില്ല. നേരെ പോയി ഒരു അസൈൻമെൻറ്റ് വാങ്ങി. ആ ലെക്ചർ എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അസൈൻമെൻറ്റ് വാങ്ങി സൈൻ ചെയ്ത് ഞങ്ങളങ്ങനെ ഇവിടെ ഒരു ഇറാനി കഫേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫേയിൽ പോയി. അങ്ങനെ അവൾ ഓർഡർ ചെയ്തത് ഇതാണ്. ഇവിടുത്തെ ബൺമസ്ക ചായ സൂപ്പറാണ്. പിന്നെ അവളൊരു കീമ സംതിങ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദറ്റ്സ് ഓൾസോ ഗുഡ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. എനിക്ക് രാവിലെ തന്നെ അങ്ങനെ ഭയങ്കര സ്പൈസി ഫുഡ് കഴിക്കണം അത്ര ഇഷ്ടമില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കോളേജിൽ വന്നു. അങ്ങനെ
പ്രിൻസിപ്പൽ മാമിൻ്റെ ലെക്ചറിന് എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ബുക്കൊക്കെ എടുത്തു. ഇനി നമുക്ക് കൊഞ്ചം സീരിയസ് ആവാം. അങ്ങനെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മാം കണ്ടതാണെങ്കിൽ എന്നെ തൂക്കിയേനെ, ഉറപ്പായിട്ട് എന്നെ തൂക്കിയേനെ. എന്നാലും ഞാൻ എൻ്റെ ഓൺ റിസ്കിൽ ഞാനിത് ഷൂട്ട് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ലെക്ചേഴ്സൊക്കെ, മാമിൻ്റെ ലെക്ചറേഴ്സ് നല്ലതാണ്, ഭയങ്കര കോമഡിയാണ് എന്നാൽ സ്ട്രിക്റ്റുമാണ്. അങ്ങനെ ഒരു മിക്സ്ഡാണ് ടീച്ചറിൻ്റെ ക്ലാസ്. ഇത് മൂഡ് കോർട്ടിലാണ് ഉള്ളത് നടക്കുന്നത്, ക്ലാസ് റൂമിൽ വെച്ചിട്ടല്ല. ചിലപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ചില ലെക്ചർ ചിലപ്പോൾ മൂഡ് കോർട്ടിൽ വെച്ചിട്ടായിരിക്കും. നമ്മളെ കോട്ടിൻ്റെ അതേപോലെയുള്ളൊരു മിനിയേച്ചർ വേർഷനാണ് അവിടെ നമുക്ക് പ്രാക്ടിക്കലൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇത് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞങ്ങൾ നല്ല കുട്ടികളായി. അങ്ങനെ പിന്നെ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കോളേജാണ്. പിന്നെ കോളേജ് ലൈഫ് ഇസ് നൈസ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഫുൾ ഹിന്ദിക്കാരാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് ഹിന്ദി ഒട്ടും നമ്മളെ രാഷ്ട്രഭാഷ ആയിട്ടും നമുക്കറിയില്ലല്ലോ. അതിൻ്റെ ഒരു ഭയങ്കര വലിയ പ്രശ്നമുണ്ട്. അങ്ങനെ അപ്പോൾ അതങ്ങനെ ക്ലാസ് കഴിഞ്ഞു. മാമിന് ഞാനറിയാതെ മാമിനൊരു വീഡിയോ എടുത്ത സംഭവമാണിത്. എങ്ങനെയുണ്ട് എൻ്റെ ധൈര്യം? ഷീസ് അവർ പ്രിൻസിപ്പളാണ്, മിസ്സസ് ഫലക് മാം. ഭയങ്കര സംഭവം കേട്ടോ, ഭയങ്കര, ഞാൻ പറയണില്ല എന്താ സംഭവം എന്ന്. അങ്ങനത്തൊക്കെയാണ്. അങ്ങനെ കോളേജിൽ ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ലെക്ചേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാം എന്തെല്ലോ പറയുന്നുണ്ട് കേട്ടോ അവിടെ നടത്ത്. അങ്ങനെ കോളേജ് കഴിഞ്ഞു. ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ബൈ ബൈ പറഞ്ഞ് വീണ്ടും പോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങനെ നടന്ന് അങ്ങനെ ഞാനൊരു ബസ് പിടിച്ച് തിരിച്ച് വീട്ടിൽ വന്നു. ബസ്സാണ് എനിക്ക് ഏറ്റവും കൺവീനിയൻറ്റ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ബസ് യാത്ര എനിക്കിഷ്ടമാണ്. ദാറ്റ്സ് അബൌട്ട് മൈ ഡേ. അങ്ങനെയായിരുന്നു ഇന്നത്തെ എൻ്റെ ദിവസം. ഇമ്പോർട്ടൻറ്റ് ലെക്ചർ ഞാൻ മിസ്സാക്കി. കുറേ നടന്നു. ഏതെങ്കിലും ഒന്ന് കളഞ്ഞാലല്ലേ ഒന്ന് കിട്ടുള്ളൂ എന്ന് പറയുന്ന പോലെ. ബൈ ബൈ.